നമ്മുടെ ഇന്നത്തെ യാത്ര ചിമ്മിനി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്കാണ്. മഴക്കാലത്ത് ചിമ്മിനി കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. മഴയത്ത് ഈ കാട്ടിലൂടെയുള്ള ട്രെക്കിങ്ങും ചിമ്മിനിയിലെയും തൊട്ടടുത്തുള്ള ഗ്രാമങ്ങളിലെയൊക്കെ ആനക്കാഴ്ചകളുമാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. മഴക്കാലത്ത് നിങ്ങൾ ചിമ്മിനിയിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെ കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത്, എന്തൊക്കെയാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. മഴയൊക്കെ നനഞ്ഞ് കാടിൻ്റെ ഭംഗിയും ആസ്വദിച്ച് ഒരുപാട് ആനകളെയും കണ്ട് ഒരു യാത്ര. അപ്പോഴെങ്ങനെയാ യാത്ര തുടങ്ങുകയല്ലേ? തൃശ്ശൂർ ജില്ലയിലെ പീച്ചി ഫോറസ്റ്റ് ഡിവിഷന് കീഴിലാണ് ചിമ്മിനി വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉള്ളത്. ഏകദേശം 114 സ്ക്വയർ കിലോമീറ്ററിലോളം പരന്നു കിടക്കുന്ന ഈ ഒരു കാടിൻ്റെ ഒരു വശത്ത് പറമ്പിക്കുളം ടൈഗർ റിസർവും നെല്ലിയാമ്പതി മലനിരകളും പീച്ചി വാഴാനി കാടുകളുമാണെങ്കിൽ മറുവശത്ത് ഏക്കർ കണക്കിന് പരന്നു കിടക്കുന്ന റബ്ബർ എസ്റ്റേറ്റുകളാണുള്ളത്. ഇവിടേക്ക് വരുമ്പം ആമ്പല്ലൂർ ചിമ്മിനി റോഡിലേക്ക് കയറി കഴിഞ്ഞെങ്കിൽ വേലുപാടം ഹൈസ്കൂൾ കഴിയുമ്പോൾ തൊട്ട് നമുക്ക് കാടിൻ്റെ ആംബിയൻസ് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. തിരക്കുകളൊന്നുമില്ലാത്ത ഇതുപോലത്തെ നല്ല അടിപൊളി റോഡും ഈ റോഡിലൂടെയുള്ള ഒരു ലോങ് റൈഡും പോകുന്ന വഴിക്ക് റബ്ബർ തോട്ടങ്ങൾക്കിടയിലൂടെ ഒഴുകി വരുന്ന ഇതുപോലത്തെ ചെറിയ അരുവികളൊക്കെ കാണുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. ചിമ്മിനിയുടെ ശരിക്കുള്ള ഭംഗി നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഇവിടുത്തെ ഏരിയൽ വിഷ്വൽസ് കൂടി ഒന്ന് കാണണം. ചിമ്മിനിയിലെ ഗ്രാമങ്ങളൊക്കെ ഇതുപോലെ റബ്ബർ തോട്ടങ്ങൾക്കിടയിലാണുള്ളത്. ഈ റബ്ബർ തോട്ടങ്ങളും കാടുമൊക്കെ ഇടകലർന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ തോട്ടങ്ങൾക്കകത്ത് ആനയും പുലിയും അടക്കം ഒരുപാട് വന്യമൃഗങ്ങളെയും നമുക്ക് കാണാൻ പറ്റും. നല്ല അനിമൽ പ്രസൻസ് ഉള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഈ വഴിയിലൂടെ പോകുമ്പം ഒരല്പം ശ്രദ്ധിച്ചു വരികയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലത്തെ നല്ല കാഴ്ചകൾ കാണാൻ പറ്റും. ചിമ്മിനി റോഡിലെ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കുമ്പോഴാണ് ചൊക്കന ഭാഗത്ത് ആന ഇറങ്ങിയെന്നൊരു ന്യൂസ് കിട്ടിയത്. പിന്നെ നേരെ അങ്ങോട്ടേക്കാണ് പോയത്. മെയിൻ റോഡിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് ചൊക്കനയ്ക്കുള്ള റോഡിലേക്ക് കയറി കഴിഞ്ഞെങ്കിൽ പിന്നെ കിട്ടുന്ന കാഴ്ചകൾക്കെല്ലാം വേറൊരു ഫീലാണ്. ഈ ഭാഗത്തെ ചക്കിപ്പറമ്പിലെയും ചൊക്കനയിലൊക്കെ റബ്ബർ എസ്റ്റേറ്റുകളിലാണ് ആനകളെ കാണാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. റബ്ബർ മരത്തിൻ്റെ തൊലി തിന്നാനായിട്ടാണ് ആനകൾ എസ്റ്റേറ്റിലേക്ക് കയറുന്നത്. ആനയെ തിരഞ്ഞു നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലൂടെ ഒരു കൂട്ടം വൈൽഡ് ഡോഗ്സ് റോഡ് ക്രോസ് ചെയ്തായിരുന്നു. വണ്ടി നിർത്തി ക്യാമറ എടുക്കുമ്പോഴത്തേക്കിനും അവരെല്ലാവരും എസ്റ്റേറ്റിനകത്തേക്ക് കയറിപ്പോയി. അവസാനം ക്രോസ് ചെയ്തു പോയ ഈ ഒരാളുടെ വീഡിയോ മാത്രമാണ് നമുക്ക് കിട്ടിയത്. കുറച്ചു നേരത്തെ കറക്കത്തിന് ശേഷം നമ്മൾ തേടി നടന്ന ആനക്കൂട്ടത്തെ നമ്മൾ കണ്ടു. റബ്ബർ റീപ്ലാന്റേഷന് വേണ്ടി ഒരുക്കിയിട്ടിരിക്കുന്ന കുന്നിൻ്റെ മേളിലാണ് ഇവരുടെ നിൽപ്പ്. ഈ കൂട്ടത്തിൻ്റെ കൂടെ 2 കൊമ്പന്മാരും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അവർ ശരിക്കും മഴയത്ത് കിടന്ന് അർമാദിക്കുകയായിരുന്നു. കൊമ്പന്മാരെയും കൂടെ കൂട്ടി മൊത്തം 8 ആനകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. മഴ മാറി ഒരല്പനേരം കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ ആനക്കൂട്ടം മെല്ലെ കുന്നിറങ്ങി താഴേക്ക് വരാൻ തുടങ്ങി. ആ കൂട്ടത്തിലെ വലിയ ആനയെ കണ്ടു. അതാണ് ഈ ഗ്രൂപ്പിൻ്റെ ലീഡറായ മുത്തശ്ശിയാണ്. ആനകളിൽ മേട്രിയാർക്കിയാണ് ഫോളോ ചെയ്യുന്നത്. അതായത് മുതിർന്ന പിടിയാനയ്ക്കായിരിക്കും ഈ ഗ്രൂപ്പിൻ്റെ നേതൃത്വം. ഈ ആനക്കൂട്ടം എങ്ങോട്ടേക്കാണ് പോകേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, ഇതെല്ലാം തീരുമാനിക്കുന്നത് കൂട്ടത്തിലെ മുത്തശ്ശിയാനയായിരിക്കും. എന്തിനേറെ പറയുന്നു, ഇതിൽ ഏത് പിടിയാനയാണ് മെയ്റ്റ് ചെയ്യേണ്ടതെന്ന് വരെ തീരുമാനിക്കുന്നത് നമ്മുടെ മുത്തശ്ശിയാനയാണ്. പിന്നെ ഈ ആനക്കൂട്ടത്തിൻ്റെ പുറകെ കൂടിയിരിക്കുന്ന 2 കൊമ്പന്മാർ, അവരെന്തായാലും ഈ കൂട്ടത്തിൻ്റെ കൂടെയുള്ളവരല്ല. കാരണം ആനക്കൂട്ടത്തിൽ ഇത്രയും വലിയ കൊമ്പന്മാരെ അവർ നിർത്താറില്ല. കൂട്ടത്തിലുള്ള കുട്ടിക്കൊമ്പന്മാർക്ക് 13 വയസ്സാകുമ്പോഴത്തേക്കിനും പിടിയാനകൾ എല്ലാവരും കൂടെ ചേർന്ന് അവരെ കൂട്ടത്തിൽ നിന്ന് കുത്തി പുറത്താക്കാറാണ് പതിവ്. അതിന് കാരണം 13 വയസ്സാകാറാകുമ്പോഴത്തേക്കിനും ഇവർക്ക് മദപ്പാട് വന്നു തുടങ്ങും.
മതപ്പാടിന്റെ സമയത്ത് സ്വന്തം കൂട്ടത്തിലെ ആനകളുമായിട്ട് മീറ്റ് ചെയ്യാതിരിക്കാനാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 3 ആനക്കുട്ടികളാണ് മൊത്തം ഉള്ളത്. ഒരു പിടിയാനയും 2 കുട്ടിക്കൊമ്പന്മാരും. ഈ പാല് കുടിക്കുന്നത് പിടിയാനയാണ്. കൂട്ടത്തിലെ കുട്ടിക്കൊമ്പന്മാർക്ക് മതപ്പാടാകുന്ന സമയമാകുമ്പോഴത്തേക്കിനും അവരുടെ അമ്മയും മറ്റു പിടിയാനകളും ചേർന്ന് അവരെ ഈ കൂട്ടത്തിൽ നിന്ന് കുത്തി പുറത്താക്കും. ഇനി ഇതുപോലെ പല ഗ്രൂപ്പുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ട കൊമ്പന്മാരെല്ലാവരും കൂടെ ചേർന്ന് ഒരു ഗ്രൂപ്പായിട്ട് നടക്കാറുമുണ്ട്. നമ്മുടെ ഈ 2 കൊമ്പന്മാരും ചിലപ്പോൾ അതുപോലെ നടക്കുന്നവരായിരിക്കും. നിങ്ങൾക്ക് ഇതുപോലെ കൊമ്പന്മാരുടെ വലിയ ഗ്രൂപ്പുകളെ കാണണമെങ്കിൽ ഏഴാറ്റുമുഖം വരെ ഒന്ന് പോയാൽ മതി. അവിടെ കാണുന്ന കൊമ്പന്മാരുടെ കൂട്ടമെല്ലാം ഇങ്ങനെ നടക്കുന്നവരാണ്. ചിലപ്പോൾ ആ കൂട്ടത്തിൽ കൊമ്പില്ലാത്ത ആനകളെ നിങ്ങൾക്ക് കാണാം, പക്ഷെ അവർ പിടിയാനകളല്ല, അതെല്ലാം മോഴയാനകളായിരിക്കും. ഇനിയിപ്പം ഏഴാറ്റുമുഖം വരെ ഒന്നും പോകാൻ സമയമില്ല എന്നാണെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ ഏഴാറ്റുമുഖത്തെ ആനകളുടെ ഒരു വീഡിയോയും കിടപ്പുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഇപ്പോൾ അതേ മേളിൽ ഐ ബട്ടണിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ എൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് കൊടുത്തേക്കാം. മഴ നനഞ്ഞ് ദേഹമൊക്കെ തണുത്ത ശേഷം വയറ് നിറഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ കൊമ്പന്മാർക്ക് ഒരല്പം കുസൃതി കൂടി. നമുക്കിനി കുറച്ചു നേരം ഇവരുടെ ഈ കാഴ്ചകളും കണ്ടിരുന്നാലോ? കുട്ടികളൊക്കെ ഗുസ്തി പിടിച്ച് കളിക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലത്തെ ഒരു കളിയാണ് ഇവരും ഈ കളിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഇവരുടെ കൊമ്പുകളുടെ ഏകോപനവും മെയ്വഴക്കവും ഒക്കെ കൂടും. പിന്നെ ഇങ്ങനെ ചെയ്യുന്ന ആനകൾ തമ്മിൽ ഭയങ്കര ബോണ്ടിങ്ങും ആയിരിക്കും. ആനകൾ മതപ്പാടിലുള്ളപ്പം 2 കൊമ്പന്മാർ തമ്മിൽ നേർക്കുനേരം വന്നെങ്കിൽ അവിടെ ജീവൻ മരണ പോരാട്ടമായിരിക്കും. ഈ അടി നടക്കുന്നത് മേറ്റിംഗ് റൈറ്റ്സിന് വേണ്ടിയാണ്. അങ്ങനെ ഒരു സന്ദർഭം വരികയാണെങ്കിൽ എതിരെ നിൽക്കുന്ന ആനയെ എങ്ങനെ നേരിടണമെന്ന് ഇങ്ങനെയുള്ള കളികളിലൂടെ ഇവർ മെല്ലെ മെല്ലെ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇവരിപ്പോൾ ഈ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് കളിയായിട്ടും കുസൃതിയായിട്ടും ഒക്കെ തോന്നും. പക്ഷേ ഇവർ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങൾക്കും ഇവരുടെ ഭാവി ജീവിതത്തിൽ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. ബാറ്ററി താഴെ നടക്കുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ നമ്മുടെ ആന ഫാമിലി മുകളിലുണ്ട്. അതിലെ മുത്തശ്ശി ആന കിടന്നുറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ആനകൾ പൊതുവെ നിന്നുറങ്ങുന്ന കാഴ്ചകൾ കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഇങ്ങനത്തെ കാഴ്ചകൾ കിട്ടുന്നത് വളരെ അപൂർവമായിട്ടാണ്. ആനകൾ നിൽക്കുന്നതിന്റെ തൊട്ടപ്പുറത്തെ കുന്നിൽ ഒരു കാട്ടിയും വന്നു. എന്തായാലും ആനയും കാട്ടിയും എല്ലാം കൂടെ ഒരുമിച്ച്. നമ്മൾ കാട്ടിയെ നോക്കി നിന്ന നേരം കൊണ്ട് മുത്തശ്ശിയാന ഒരു പവർ നാപ്പ് കഴിഞ്ഞ് എഴുന്നേറ്റു. പുള്ളിക്കാരി എഴുന്നേറ്റതും അടുത്ത പിടിയാന കിടന്നു. ആനകൾ ഭയങ്കര ശല്യമാണ്. ആദ്യം കുറച്ചുണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 10-50-60 ഉണ്ട്. ഈ വശത്തു നിന്ന് മാറി അപ്പുറത്തേക്ക് മാറും, അല്ലെങ്കിൽ ഈ വശത്തേക്ക് മാറും. അങ്ങനെ ഭയങ്കര ശല്യമാണ്. അതുപോലെ പറമ്പിൽ കയറി തെങ്ങ്, അടക്കമരം, വാഴ ഇതൊക്കെ മറിക്കലും വീട്ടുമുറ്റത്ത് വരെ എത്തും, മുറ്റത്ത് കൂടെ പോകും. ഇതുപോലെ ഒഴിഞ്ഞ സ്ഥലത്ത് നിൽക്കുമ്പോൾ അങ്ങോട്ട് പോയി ആട്ടി കളയാനെന്തിനും ഒന്നിനും പറ്റില്ല. ആ സ്ഥലത്ത് റബ്ബറിൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ നമുക്ക് മാറി പോവാനും പറ്റും. ഇതിപ്പോൾ ഡയറക്റ്റ് നമ്മൾ അങ്ങനെ ചെല്ലുമ്പോൾ നമ്മളെ ഓടിക്കും ആന. ഈ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇതാണോ, ഫോറസ്റ്റിന്റെ സ്ഥലമാണോ? അല്ല, അത് റീപ്ലാന്റ് ചെയ്ത സ്ഥലമായിരുന്നു. ഇതുപോലെ ഈ പ്രായമുള്ള റബ്ബർ വെച്ചിരുന്നത് 1,30,000 തൈ കാട്ടി കളഞ്ഞു ആന. അതിപ്പോൾ അവിടുന്ന് ചൊക്കന ആ ഭാഗം തൊട്ട് ഇവിടെ എലിക്കോട് അതിർത്തി വരെ, കരുവങ്ങര അതിർത്തി വരെ മരം കംപ്ലീറ്റ് കളഞ്ഞു. പിന്നെ ടാപ്പിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ മരങ്ങൾ മറിക്കുക, അത് തൊലി പൊളിച്ച് തിന്നുക ആണ് പരിപാടി. ഞങ്ങൾക്ക് ഭീഷണിയാണ്. ഞങ്ങൾക്ക് ഇവിടുന്ന് പുറത്തേക്കൊക്കെ അഥവാ രാത്രിയൊക്കെ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ, അതുപോലെ ഞങ്ങൾ ജോലിക്ക് ടാപ്പിങ്ങാണ്, എസ്റ്റേറ്റ് ജോലിയാണ്. അപ്പോൾ അതുപോലെ പോകുമ്പോൾ റോട്ടിലുണ്ടാവും, അല്ലെങ്കിൽ പണിസ്ഥലത്ത് ഉണ്ടായിരിക്കും. ഒക്കെ വലിയ ശല്യമാണ്. ഈ ഒരു സമയത്ത് ഇവിടെ വരികയാണെങ്കിൽ കാഴ്ചകൾക്കൊരു പ്രത്യേക ഭംഗിയാണ്. കാരണം വെയിലും മഴയും മാറി മാറിയാണ് വരുന്നത്. ഇപ്പം കാണുന്ന ഈ ഒരു ലൈറ്റിംഗ് ആയിരിക്കില്ല കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്നത്. നമ്മുടെ കൊമ്പന്മാർ ഇറങ്ങിപ്പോയടുത്തു നിന്നാണ് ഈ പോത്തുകൾ ഓടി വരുന്നത്. മഴ ഒരല്പം കൂടിയപ്പോഴത്തേക്കിനും നമ്മുടെ ആന ഫാമിലി മെല്ലെ തൊട്ടടുത്തുള്ള റബ്ബർ തോട്ടത്തിലേക്ക് ഒന്ന് കയറാൻ നോക്കി.
അതിനടുത്ത് തന്നെയായിട്ട് ഇവിടുത്തെ ആൾക്കാരുടെ വീടുകളും ഉള്ളതുകൊണ്ട് അവരെല്ലാവരും അവിടുന്ന് ഒച്ച വെച്ച് ആനകളെ തിരിച്ചിറക്കി വിട്ടു. തിരിച്ചിറങ്ങി വരുന്ന വഴിക്ക് നമ്മുടെ മുത്തശ്ശിയാന ഒന്ന് തിരിഞ്ഞു നിന്നിട്ട് അവരെ ദേഷ്യപ്പെട്ട് നോക്കുന്ന നോട്ടമൊക്കെ നമുക്ക് കാണാം. ചൊക്കനയിലെ ആനക്കാഴ്ചകൾ കണ്ടു നിന്ന് വൈകുന്നേരം 4 മണിയായി. ഇനിയിപ്പോൾ ചിമ്മിനിയിലെ ട്രക്കിങ്ങിന് പോകാൻ പറ്റില്ല. ഇവിടെ എവിടെയെങ്കിലും റൂം എടുത്തിട്ട് നാളെ രാവിലെ വേണം ഇനി ചിമ്മിനിയിലേക്ക് പോകാൻ. നല്ല കിടിലം മഴയും ചൂട് ചായയും കടിയും പിന്നെ ചൊക്കനയിലെ കുറച്ച് നല്ല കാഴ്ചകളൊക്കെ കണ്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. പാലിപ്പള്ളിയിലുള്ള സമ്മറിനിലാണ് ഞങ്ങൾ റൂം എടുത്തത്. ഇതൊരു എൻറ്റയർ പ്രോപ്പർട്ടി ആയിട്ടാണ് ഇവർ റെൻ്റ് ഔട്ട് ചെയ്യുന്നത്. ഇതൊരു 3 BHK ഫ്ലാറ്റാണ്. നിങ്ങൾ ഇനിയിപ്പോൾ 2 പേരായിട്ട് വന്നാലും വലിയൊരു ഗ്രൂപ്പായിട്ട് വന്നാലും ഈ എൻറ്റയർ പ്രോപ്പർട്ടി ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. 3 ബെഡ്റൂമും അതിൽ 2 എണ്ണത്തിൽ അറ്റാച്ച് ബാത്റൂമും ഫുള്ളി ഫങ്ഷൻ ആയിട്ടുള്ള കിച്ചണും അടക്കമാണ് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി കിട്ടുന്നത്. ചിമ്മിനിയിലേക്ക് ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുമ്പം നിങ്ങളിവിടെ സ്റ്റേ ബാക്കിന് വേണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അടുത്ത ദിവസം രാവിലെ നമ്മൾ നേരെ പോയത് ചിമ്മിനി ഡാമിലേക്കാണ്. മെയിൻ എൻട്രൻസിലുള്ള ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി വണ്ടിയുടെ എൻട്രി ഫീസും കൊടുത്ത് നമുക്ക് അകത്തേക്ക് പോകാം. ഇവിടുത്തെ ടൂറിസം ആക്ടിവിറ്റീസിന്റെ ഫീസൊക്കെ കൊടുക്കേണ്ടത് ചിമ്മിനി ഡാമിനടുത്തുള്ള EDC ഓഫീസിലാണ്. ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്ത് നമ്മൾ അകത്തേക്ക് കയറിയതും നല്ല മഴയും തുടങ്ങി. ഡാമിലെ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി നിർത്തിയിട്ട് നമ്മൾ നേരെ പോയത് EDC ഓഫീസിലേക്കാണ്. ഇതാണ് ഇവിടുത്തെ ടൂറിസം ആക്ടിവിറ്റീസിൻ്റെ റേറ്റ് കാർഡ്. വീഡിയോ പോസ് ചെയ്താൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വായിക്കാം. അവിടെ ഒരു ഡിക്ലറേഷനൊക്കെ എഴുതി കൊടുത്തിട്ട് നമ്മൾ നേരെ ട്രക്കിങ്ങിനാണ് പോയത്. ഇതുപോലത്തെ സിമെൻ്റ് ഇട്ട റോഡിലൂടെ കുറച്ച് ദൂരം നടക്കണം. എന്നിട്ട് വേണം നമുക്ക് കാട്ടിലേക്ക് കയറാൻ. കാട്ടിലോട്ട് കയറി ഒരു 2 മിനിറ്റ് കഴിഞ്ഞില്ല, അതിനു മുമ്പ് മഴ പെയ്തു. കാട് എന്ന് പറയുന്നത് ശരിക്കും റെയിനി സീസണിലാണ് കാടിന് ഒരു പ്രത്യേക ഭംഗി വരാം. ചിമ്മിനിയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ റെയിനി സീസണിൽ കോമൺ ആയിട്ട് കാണാൻ പറ്റുക മാനുകൾ, പിന്നെ അതേപോലെ തന്നെ ആനക്കൂട്ടം, പിന്നെ കാട്ടികൾ, പന്നിക്കൂട്ടങ്ങൾ, ഇതൊക്കെയാണ് കാണാൻ പറ്റുക. ഒരു ലൈറ്റ് വെയിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേഡ്സിനും ഒരുവിധം നമുക്ക് സൈറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് മഴക്കാലത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ സ്ട്രീമുകളെല്ലാം ആക്റ്റീവ് ആകും, കാട് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇങ്ങനെയുള്ള സൈറ്റിങ്സാണ് കൂടുതൽ കിട്ടുക. ബാക്കിയുള്ള മൃഗങ്ങളില്ല എന്നല്ല, വിസിബിലിറ്റി വളരെ കുറവാണ്. മനുഷ്യൻ്റെ പ്രസൻസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിമൽസ് ഹൈഡ് ചെയ്ത് നിൽക്കുള്ളൂ. 10 മീറ്ററിനുള്ളിൽ കാണാൻ കിട്ടാവുന്ന എനിമൽസോ അല്ലെങ്കിൽ എന്തൊക്കെയുള്ളൂ. പക്ഷെ നല്ല രീതിയിൽ ഒരു ഒബ്സർവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം കവർ ചെയ്യാം. പക്ഷെ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം വന്നുകൊണ്ടൊന്നും മറ്റേ ചിമ്മിനിയിൽ എല്ലാ മൃഗങ്ങളെയും കാണാൻ പറ്റുമെന്ന് ഞാൻ പറയണില്ല. ഇടയ്ക്കിടയ്ക്ക് വരണം. ഇത് നല്ല ടൈം കാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സീസൺ കൂടിയാണ്. ഇന്നത്തെ ട്രക്കിങ്ങിന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരും കൂടി ഒന്ന് പരിചയപ്പെട്ടാലോ. ഈ ഇരിക്കുന്നതാണ് വിഷ്ണു. വൈൽഡ് ട്രിപ്പ് എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. ചാനലിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് കയറി കണ്ടേക്കുക. ഈ വരുന്നത് നാവിഗേറ്റർ ദ എക്സ്പ്ലോറർ, നമ്മുടെ വസീം ബ്രോ. ഞങ്ങളുടെ കൂടെ കൂടിയ പിന്നെ ആശാന് കാടിനോടുള്ള സ്നേഹവും കാട് കയറാനുള്ള ആഗ്രഹവും കുറച്ചധികം കൂടിയിട്ടുണ്ട്. പിന്നെ അനിത്താണ് ഇന്ന് നമ്മുടെ കൂടെ ഗൈഡായിട്ട് വന്നിട്ടുള്ളത്. നമുക്കിനി കുറച്ചു നേരം ഈ കാടിൻ്റെയും കാട്ടുചോലകളുടെയൊക്കെ സൗണ്ട് കേട്ട് ഒന്ന് നടന്നാലോ. ഇത് പുല്ലാനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു റൂട്ടാണ്, വള്ളിയാണ് ശരിക്കും.
ഇത്രയും നല്ല വണ്ണത്തിലൊക്കെ വരും. നമ്മൾ ഈ കാട്ടിൽ ഡ്രൈ ടൈമിൽ വെള്ളം കിട്ടാത്തൊരു സാഹചര്യം വരുന്ന സമയത്ത് നമ്മൾ ഇതിനെയാണ് ഡിപ്പെൻഡ് ചെയ്യാറ്. ഇതെങ്ങനെയാണ് നമ്മൾ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഗാഡ്ജറ്റ് വെട്ടുകത്തി നല്ല ഇതൊക്കെ വെട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ബലമുള്ള വെട്ടുകത്തി വേണം. നമ്മൾ ഇത്രയും ലൈറ്റ് വെച്ചിട്ട് വെട്ടും. ഇത്രയും ലൈറ്റ് വെച്ച് വെട്ടിയിട്ട് ശരിക്കും അത്രയും സ്പീഡിൽ വെട്ടുമ്പോൾ അല്ലാതെ പെട്ടെന്ന് വെട്ടണം എന്നാണ് പറയണത്. കാരണം ഇത് കുറെ നേരം എടുത്ത് ടൈം എടുത്ത് വെട്ടാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള വെള്ളം ഈ ഭാഗത്തൂടെ മേലേക്ക് കയറി പോകും. കാട്ടിൽ പല ടൈപ്പ് വള്ളികളുണ്ട്. ചില വള്ളികളുടെ ഉള്ളിൽ നിന്ന് കറയായിരിക്കും വരാം, പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പ്യുവറായിട്ടുള്ള എഡിബിളായിട്ടുള്ള വാട്ടറാണ് വരാം, വെള്ളമാണ് വരാം. ഒരു ഹെർബൽ ടേസ്റ്റാണ് ഈ വെള്ളത്തിന്. ഇതിനെയാണ് നമ്മൾ ഡ്രൈ ടൈമിൽ ഡിപ്പെൻഡ് ചെയ്യുക. ഇതിൻ്റെ ഇലകളൊക്കെ കണ്ട് മനസ്സിലാക്കി വയ്ക്കുക. പല ടൈപ്പ് വള്ളികളുള്ളതുകൊണ്ട് ഇതിൻ്റെ ഈ പുല്ലാനിയുടെ ഇല മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ കാട്ടിൽ ഇതേപോലെ സർവൈവ് ചെയ്യുന്ന സമയത്ത് വെള്ളം കിട്ടാത്തൊരു സാഹചര്യം വരുമ്പോൾ നമ്മൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ നമുക്ക് ജീവൻ നിലനിർത്താനുള്ള വെള്ളം കിട്ടും. ശരിക്കും ഈ വള്ളിയുടെ ഈ റൂട്ടിന്റെ പേരിൽ തന്നെ ഒരു പാമ്പുണ്ട്, പുല്ലാനി മൂർക്കൻ എന്ന് പറയുന്നത്. ശരിക്കും മൂർക്കനിൽ അങ്ങനെ പുല്ലാനി മൂർക്കൻ, കരിമൂർക്കൻ, നെട്ടടി മൂർക്കൻ അങ്ങനൊന്നും ഇല്ല. മൂർക്കൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫാമിലിയിൽ മെയില് ഫീമെയിൽ അത്രേ വരുന്നുള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ ഇടില്ല. ഇങ്ങനെ ഒരു പേര് ആ മൂർക്കന് വരാൻ കാരണം ഈ റൂട്ടിന്റെ ഉള്ളിൽ വെള്ളം നിൽക്കുന്നതുകൊണ്ട് തന്നെ തണുപ്പ് കൂടുതല. അപ്പൊ ഈ രാജവമ്പാല ഇതിങ്ങനെ തിക്കായിട്ട് കിടക്കാം മരങ്ങളുടെ മേലൊക്കെ. രാജവമ്പാല അതേപോലെ തന്നെ മൂർക്കൻ ഈ വള്ളിയുടെ മേലൊക്കെ കിടക്കും. കാരണം തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ വള്ളിയുടെ മേലെ കിടക്കും. പിന്നെ സെയിം പാറ്റേണും ഇതേ കളറിലും വരുന്നുണ്ട്. ചില മൂർക്കനൊക്കെ ഈ കളർ ചില ഇതേപോലത്തെ കളറിൽ വരുന്നുണ്ട്. അതുകൊണ്ടും കൂടി അങ്ങനത്തെ ഒരു പേര് വന്നതായിരിക്കാം. ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും സത്യമാണെന്നും കൂടി നിങ്ങളും കൂടി അന്വേഷിച്ചോളൂ. ഞാൻ പറയുന്നത് മാത്രം സത്യമെന്ന് വിചാരിക്കരുത്, അതുകൂടെ പറയാം. നമ്മുടെ ട്രെക്കിങ് തുടങ്ങിയപ്പോൾ തൊട്ട് തേടിക്കൊണ്ടിരുന്ന ഒരാളാണ് ദേ ഈ ഇരിക്കുന്നത്. കാണാൻ ചെറുതായിട്ട് തോന്നുമെങ്കിലും കക്ഷി നിസ്സാരക്കാരനല്ല. ഒരു ഹൈലി വെനമസ് സ്നേക്കാണ് ഇവൻ. ഇവൻ്റെ പേരാണ് ഹംപ്ഡ് നോസ് പിറ്റ് വൈപ്പർ. ഇന്ത്യയിലും ശ്രീലങ്കയിലൊക്കെയാണ് ഇവനെ പൊതുവെ കാണപ്പെടുന്നത്. ഇതാണ് ചൂരത്തള വെള്ളച്ചാട്ടം. സാധാരണ കാട്ടിലെ വെള്ളച്ചാട്ടങ്ങളിലേക്കൊന്നും എൻട്രി ഉണ്ടാകില്ല, പക്ഷേ ഈ വെള്ളച്ചാട്ടത്തിൽ നമുക്ക് ഇറങ്ങി കുളിക്കാം. ചിമ്മിനിയിൽ ട്രെക്കിങ്ങിന് വരുമ്പം കുളിക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ബാക്കി ട്രെക്കിങ് കണ്ടിന്യൂ ചെയ്യാം. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തുനിന്ന് കുറച്ച് ദൂരം കൂടെ നടക്കുകയാണെങ്കിൽ നമ്മൾ ചിമ്മിനി ഡാമിൻ്റെ റിസർവോയറിൻ്റെ അടുത്തെത്തും. ട്രെക്കിംഗ് പാത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞെങ്കിൽ ചിമ്മിനി ഡാമിൻ്റെയും ചുറ്റുമുള്ള മലനിരകളുടെയൊക്കെ നല്ല അടിപൊളി വിഷ്വൽസാണ് നമുക്കിവിടുന്ന് കാണാൻ പറ്റുന്നത്. ഈ കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കുമ്പോഴാണ് റിസർവോയറിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു കൂട്ടം ആനകൾ ഇറങ്ങിയിട്ടുണ്ടെന്നുള്ള മെസ്സേജ് കിട്ടിയത്. പിന്നെ നേരെ അങ്ങോട്ടേക്കാണ് പോയത്. നമ്മളിപ്പോൾ പോകുന്ന വഴിയൊക്കെ നല്ല എലിഫൻറ്റ് പ്രസൻസ് ഉള്ള ഏരിയയാണ്. മഴ പെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആനച്ചൂരും കിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു സമയത്ത് കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരല്പം ശ്രദ്ധിച്ച് വേണം നടക്കാൻ. ആന ഈ പരിസരത്ത് എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കവരെ കണ്ടുപിടിക്കാൻ ഇപ്പോൾ ഒരല്പം ബുദ്ധിമുട്ടായിരിക്കും. റിസർവോയറിൻ്റെ അങ്ങേ സൈഡിൽ വലിയൊരു ആനക്കൂട്ടം നിൽക്കുന്നുണ്ട്. ഇവിടുന്ന് ഒരല്പം ദൂരമാണ്, പക്ഷേ നമ്മൾ കൊട്ടവഞ്ചി എടുത്ത് അങ്ങോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അടുത്തു നിന്നുള്ള കുറച്ച് നല്ല വിഷ്വൽസ് എടുക്കാൻ പറ്റും. ആ കൂട്ടത്തിൽ തന്നെ ഒരു കൊമ്പനാനയും കാണാൻ പറ്റും. അവൻ്റെ നിപ്പൊക്കെ കണ്ടിട്ട് മേറ്റിങ്ങിന് വേണ്ടി ഈ ഗ്രൂപ്പിൻ്റെ കൂടെ കൂടിയതാണെന്നാണ് തോന്നുന്നത്. നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്കിനും ഈ കൊമ്പനെയും കൂടെ കൂട്ടി 9 ആനകളാണ് ഇവിടെ നിന്നിരുന്നത്. ഇപ്പോൾ അതിൽ 4 എണ്ണമാണ് പുറത്ത് നിൽക്കുന്നത്. ബാക്കിയെല്ലാം കാടിനകത്തേക്ക് കയറിപ്പോയി. റിസർവോയറിൻ്റെ സൈഡിൽ ആന ഇറങ്ങുകയാണെങ്കിൽ കുട്ടവഞ്ചി സഫാരിക്ക് നല്ല തിരക്കായിരിക്കും. സേഫ് ഡിസ്റ്റൻസിൽ ആനകളെ കാണാൻ പറ്റിയൊരു ഓപ്ഷനാണ് ഈ കുട്ടവഞ്ചി. 9 ആനകൾ ഒരുമിച്ച് നടന്നെടുത്തുനിന്ന് 3 ആനകൾ എന്തുകൊണ്ടാണ് മാറി നിൽക്കുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നല്ല കാറ്റും മഴയൊക്കെ ഉള്ളപ്പം ആനകൾ കാട്ടിലെ മരങ്ങൾക്ക് താഴെ നിൽക്കാറില്ല. കാരണം ആ സമയത്ത് മരങ്ങൾ ഒടിഞ്ഞു വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് കാറ്റും മഴയും പ്രതീക്ഷിക്കാത്ത സമയത്താണ് വരുന്നത്. അതുകൊണ്ട് ഈ സമയത്ത് ഈ കുട്ടിക്കൊമ്പനെയും കൊണ്ട് കാടിനകത്തൂടെ പോകുന്നത് സേഫല്ല. അവനെ ഒരു കുഴപ്പവുമില്ലാതെ കൊണ്ടുപോകാനായിട്ടാണ് മറ്റാനകളിൽ നിന്ന് മാറി ഈ 2 ആനകളും അവനെയും കൊണ്ട് ഈ ഓപ്പൺ ഏരിയയിൽ കൂടെ പോകുന്നത്. കുഞ്ഞന്മാരുണ്ട്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാം, ഈ ആനകൾക്ക് പാരലായിട്ട് തന്നെ ബാക്കി ആനക്കൂട്ടം കാട്ടിനകത്തൂടെ നടക്കുന്നുണ്ട്. കുട്ടിക്കൊമ്പനെയും കൊണ്ട് പിടിയാനകൾ വരുന്ന അതേ ഭാഗത്തേക്കാണ് കാട്ടിനകത്തൂടെ വന്ന ആനകളും വന്ന് ഇറങ്ങുന്നത്. അവരുടെ തുമ്പിക്കൈ നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്.
മറ്റാനകൾ വരുന്നതിൽ ഒരല്പം ലേറ്റായെങ്കിലും കുട്ടിക്കൊമ്പനെയും കൊണ്ട് ഈ 2 പിടിയാനകളും സേഫായിട്ടാണ് ഇവിടെ എത്തിയത്. ഇതിൽ നിന്ന് നമുക്ക് ഇവരുടെ ഫാമിലിയോടുള്ള ബോണ്ടിങ് എന്താണെന്ന് മനസ്സിലാക്കാം. ഒരാനക്കൂട്ടത്തിൽ 6 or 7 പിടിയാനകളുണ്ടെങ്കിലും അവർക്കെല്ലാവർക്കും പ്രസവിക്കാൻ പറ്റില്ല. ആ കൂട്ടത്തിലെ ഏതെങ്കിലും 1 or 2 പിടിയാനകൾക്ക് മാത്രമാണ് ആ ഒരു കഴിവുള്ളത്. പക്ഷേ അവർ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെയും സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലെയാണ് ബാക്കി ആനകൾ നോക്കുന്നത്. ഒരാനയുടെ പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത് 18 തൊട്ട് 22 മാസം വരെയാണ്, അതായത് 2 വർഷത്തിനടുപ്പിച്ച്. അതുപോലെ ഒരായുഷ്കാലത്തിൽ ഒരു പിടിയാന 4 or 5 പ്രാവശ്യമാണ് പ്രസവിക്കുന്നത്. ഇത്രയൊക്കെ കഷ്ടപ്പാട് സഹിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ മീറ്റിങ്ങിൻ്റെ സമയത്ത് കൊമ്പനാനെ സെലക്ട് ചെയ്യുന്നതും പിടിയാന തന്നെയാണ്. ഇങ്ങനെ കൊമ്പനാനെ സെലക്ട് ചെയ്യുന്നതിന് ഇവർക്ക് 1-2 കണ്ടീഷൻസ് ഉണ്ട്. അതിൽ ആദ്യത്തേത്, ആ വരുന്ന കൊമ്പനാന ഇവരുടെ ഫാമിലിയിൽപ്പെട്ടതാകരുത്. സ്വന്തം ബ്ലഡ് ലൈനിലുള്ള കൊമ്പനാനകളുമായിട്ട് പിടിയാനകൾ മേറ്റ് ചെയ്യാറില്ല. രണ്ടാമത്തേത്, വരുന്ന കൊമ്പനാന മതപ്പാടിലായിരിക്കണം. മതപ്പാടിലുള്ള ഒരു ആന എന്ന് പറയുകയാണെങ്കിൽ അവൻ പൂർണ്ണ ആരോഗ്യവാനായിരിക്കും. മൂന്നാമത്തെ കാര്യം ആനയുടെ പ്രായമാണ്. 35-ന് മുകളിൽ, അതല്ലെങ്കിൽ 50 വയസ്സിന് മുകളിലുള്ള കൊമ്പന്മാരുമായിട്ടാണ് ആനകൾ മേറ്റ് ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കാറുള്ളത്. ഇവരങ്ങനെ ചെയ്യുന്നതിൻ്റെ പുറകിലെ കാര്യം, ഇത്രയും പ്രായമുള്ള ആനയാകുമ്പോഴത്തേക്കിനും കാട്ടിലെ എല്ലാ അടവുകളും അവനറിയാം. പയറ്റിത്തെളിഞ്ഞ നല്ലൊരു സർവൈവർ ആയിരിക്കും അവൻ. പിന്നത്തെ കണ്ടീഷൻ അവൻ്റെ സൈസാണ്. നല്ല സൈസും സ്ട്രെങ്ത്തുമുള്ള ആനകൾക്കാണ് കൂടുതൽ പ്രിഫറൻസ് വരുന്നത്. ഇതിൽ മിക്കവാറും സമയങ്ങളിൽ കൊമ്പന്മാരോടൊപ്പം മോഴകളും വരാറുണ്ട്. അതുപോലെ മോഴകൾ ഈ കൂട്ടത്തിൽ നടക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ പിടിയാനയായിട്ടേ തോന്നുള്ളൂ. വേറെ കൊമ്പന്മാർ ഈ ഗ്രൂപ്പിലേക്ക് വന്ന് കയറുമ്പോഴാണ് മോഴകൾ അവരുടെ സ്വഭാവം പുറത്തെടുക്കുന്നത്. ഇത്രയും കണ്ടീഷൻസൊക്കെ വെച്ച് പിടിയാനകൾ കൊമ്പനാനകളെ സെലക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ പല കൊമ്പനാനകൾക്കും മേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം പോലും കിട്ടാറില്ല. നമ്മൾ ഈ ആനക്കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കാട്ടിൽ നിന്നൊരു മാൻ പെട്ടെന്ന് പുറത്തേക്ക് ഓടി വന്നു. അത് കണ്ടിട്ട് ആനകളൊക്കെ അലേർട്ടായിട്ട് നിൽക്കുന്നത് കണ്ടോ. മിക്കവാറും അപ്പുറത്തെ സൈഡിലൊരു പ്രെഡേറ്റർ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. ഈ ആനക്കുട്ടിയും കൂടി ഉള്ളതുകൊണ്ട് ഈ ആനകൾ ഇനി അഗ്രസീവായിട്ട് തന്നെ നിൽക്കുകയുള്ളൂ. ആ തള്ളയാന കുഞ്ഞിനെ ഷീൽഡ് ചെയ്ത് പിടിക്കുന്നത് കണ്ടോ. എന്ത് എഫക്റ്റീവായിട്ടാണ് അവർ ആ കുഞ്ഞിനെ നടുക്കാക്കിയിട്ട് 2 സൈഡിൽ നിന്നും ആ മാൻ്റെ നേരെ വരുന്നതെന്ന് നോക്കിയേ. ഒരു ഗ്രൂപ്പ് ആ മാനിൻ്റെ പുറകെ കയറിപ്പോയിട്ടുണ്ട്. ഇനി അവിടെ എന്തെങ്കിലും ഒരു പ്രെഡേറ്റർ ഉണ്ടെങ്കിൽ അവനെ അവർ നോക്കിക്കോളും. ആ മാൻ എന്തോ കണ്ട് പേടിച്ച് പുറത്തേക്ക് വന്നാണെന്ന് തോന്നുന്നു. അകത്തൊന്നുമില്ല. അകത്തോട്ട് പോയവരാനതെ തിരിച്ചിറങ്ങി വന്നു. എന്തായാലും ആനക്കൂട്ടത്തിൻ്റെ കഥകളും ആനക്കൂട്ടം എങ്ങനെയാണ് അവരുടെ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്നെല്ലാം കണ്ടല്ലോ. ചിമ്മിനിയിലെ ആനക്കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും യാത്രയെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ ബൈ.